ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്നുള്ള എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാറു പറഞ്ഞനുസരിച്ച് വിശ്വൻ നേരെ അമ്മയെയും അച്ഛനെയും കാണാനും വിവാഹത്തിന് സമ്മതിപ്പിക്കാനും വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ വിശ്വനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തോടെ ശോഭാമ്മ ഇറങ്ങി വരുന്നു. അപ്പോൾ വന്ന് മുന്നിൽ ഇങ്ങനെ നിൽക്കുവായി. എന്നിട്ട് ഇവരോട് രണ്ടുപേരോടുമായിട്ട് ഇന്ദ്രജിത്തിൻ്റെ അനിയനായി ജനിച്ചു പോയി എന്നൊരു കുറവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് വിശ്വം വന്ന് ഇങ്ങനെ പറയുകട്ടെ ഇവരോട്. പാറുവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എനിക്ക് അവളെ വിവാഹം കഴിച്ച് തന്നൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെ ധൈര്യം വന്നടാ നിനക്ക് ഈ മുറ്റത്ത് വന്ന് നിന്ന് ഞങ്ങളുടെ മോളെ പെണ്ണ് ചോദിക്കാനെന്ന് ശോഭാമ്മ ചോദിക്കാം. അന്ന് ചോദിക്കുമ്പോഴൊക്കെ നീ എന്താ എന്നോട് പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണുള്ളതെന്ന്. ഇതാണോടാ ഫ്രണ്ട്ഷിപ്പ്? ഇതിനാണോടാ നീ എൻ്റെ മോളെ പരിചയപ്പെട്ടതെന്നൊക്കെ ശോഭാമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, ഞാൻ സമ്മതിക്കത്തില്ലടാ, ഞങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ നിന്റെ ആഗ്രഹം നടക്കില്ല എന്ന് അമ്മ തറപ്പിച്ചു പറഞ്ഞു. നടത്തില്ല ഞാനൊന്നും. അമ്മേ, സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു ജോലി എനിക്കുണ്ട്, ഒരു കുറവും വരില്ല പാറുവിനെന്നുള്ള കാര്യവും നമ്മുടെ വിശ്വം പറയുക. ഇഷ്ടമായിട്ടാ, ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ്. ദയവ് ചെയ്ത് മുൻവിധികൾ വെച്ച് നിങ്ങൾ എന്നെ അളക്കാൻ നിൽക്കരുത് എന്ന് പറയുമ്പം താനൊരു ചെറുപ്പക്കാരനല്ലേടോ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഈ ബന്ധത്തിന്, പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇറങ്ങി പോകാൻ പറഞ്ഞ് വിശ്വനെ അവിടെ നിന്ന് ഇറക്കി വിടും ഇവര്. അപ്പോൾ കുട്ടികളെ തല്ലുന്ന മാഷായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത്. ഇപ്പോഴും എനിക്കതിന് മടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വിശ്വനെ അവിടെ നിന്ന് ഇറക്കി വിടും അവർ. വിശ്വൻ ഇങ്ങനെ ആകെ ചൂളി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോന്നു. വിശ്വൻ അങ്ങ് ഇറങ്ങി പോന്നപ്പോൾ ശോഭാമ്മ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്. നീ എന്തിനാ ശോഭ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്ക് പേടി, നമ്മുടെ മോളെയാണ് മാഷേ, അവളുടെ സമ്മതം ഇല്ലാതെ ഇത്തരം വരെ അവൻ വരത്തില്ല, അവൻ ഇങ്ങനെയൊക്കെ പറയത്തില്ല, നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും അവൾ അവൻ്റെ കൂടെ പോയാലോ മാഷേ എന്നും ചോദിച്ചുകൊണ്ട് ശോഭാമ്മ ഭയങ്കര കരച്ചില്. എന്ത് ചെയ്യണമെന്ന് ശോഭാമ്മയ്ക്ക് അറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിൽ സ്വാതി അവിടെ കിടന്ന് മയങ്ങുമായിരുന്നില്ല. ആ മയക്കം തെളിഞ്ഞ് പതുക്കെ എഴുന്നേറ്റു. അപ്പോഴേക്കും നേഴ്സ് അടുത്തുണ്ട്. അപ്പം ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പേടിക്കേണ്ട, ഇതൊരു ക്ലിനിക്കാണെന്ന് ആ സിസ്റ്റർ പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ ഫോൺ വിളിച്ച് സ്വാതി ഉണർന്ന കാര്യം പറയുവാണ്. അപ്പോൾ സ്വാതി ഇങ്ങനെ എല്ലാവരും നോക്കുക. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഡോക്ടർ ഇപ്പോൾ വരുവേ എന്നൊക്കെ പറഞ്ഞ് സ്വാതിയോട് ഈ സിസ്റ്റർ പറയണു. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടർ അങ്ങോട്ട് വന്നപ്പോൾ ഇപ്പം എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ഞാനെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് സ്വാതി ചോദിക്കുവാണേ. എനിക്കെന്താ പറ്റിയത്? എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അപ്പം സ്വാതിയുടെ ബ്രദറാ സ്വാതി ഇവിടെ കൊണ്ടുവന്നത്. ഇതൊരു ഡി അഡിക്ഷൻ സെൻ്റർ ആണെന്നും ലഹരി വിമുക്ത കേന്ദ്രമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലഹരിയോ എന്ന് ചോദിച്ചു ഈ സ്വാതി. യെസ്, കുട്ടി കുറച്ച് നേരത്തേക്ക് അതിന് അടിമയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കുട്ടി ഇവിടെ വരുമ്പോൾ, വയലൻ്റ് ആയിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞു. സ്വാതി ആകെ വല്ലാണ്ടായിട്ട് ഇതൊക്കെ കേട്ട് കിടക്കാം. ഇപ്പോൾ അവസ്ഥയൊക്കെ മാറി നോർമലായി, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു പ്രശ്നമില്ല കേട്ടോ എന്നൊക്കെ ഡോക്ടർ സ്വാതിയോട് പറയാം. ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, പല്ലവി ടീച്ചറേയും പറഞ്ഞു വിടാം, ബാക്കിയൊക്കെ അവർ പറഞ്ഞോളും, ഓക്കെ എന്നും പറഞ്ഞ് നമ്മുടെ ഡോക്ടറും സിസ്റ്ററും അവിടെ നിന്ന് പോകുന്നു. സ്വാതി അവിടെ ഇങ്ങനെ കിടന്ന് ആലോചിക്കുക. ഒന്നും ചിന്തയിലേക്ക് കിട്ടുന്നില്ല സ്വാതിക്കാം. അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും കൂടെ കയറി ചെന്നു. അതായത് പല്ലവിയും അതുപോലെ തന്നെ നമ്മുടെ സേതു. അപ്പോൾ ചെന്നിട്ട് തലയിലൊക്കെ തലോടി സ്വാതി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കരയുവാണ് സ്വാതി, ഭയങ്കര കരച്ചിൽ. സത്യമാണോ നുണയാണോ നമുക്ക് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ എന്തിനാ സ്വാതി കരയുന്നേ? ഇപ്പം നിനക്കൊന്നും ഇല്ലല്ലോ എന്ന് പല്ലവി ഇങ്ങനെ പറയുമ്പോൾ സ്വാതി കിടന്ന് കരച്ചിലോ. വരാനൊരല്പം വൈകി പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു അറിയാൻ പറ്റുന്നുണ്ടോ നിനക്ക്? കടലിൽ മുങ്ങി മരിച്ചേനെ നീ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സേതു പറയാം. ഇങ്ങനെയൊക്കെ നശിക്കാനും മാത്രം എന്താ ഇപ്പം ഉണ്ടായെന്ന് സ്വാതിയോട് ചോദിച്ചു. പല്ലവി, കാണിച്ചു കൊടുക്ക, ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ നീ ഇവളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു നീ, ശരിക്കും ഭ്രാന്തി എന്നുള്ള നിലയിലായിരുന്നു നീ. ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പല്ലവി ഇത് സ്വാതിയെ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാതി ഞെട്ടി. സ്വാതി കിടന്ന് വാന്ന് പറഞ്ഞ് കിടന്ന് കാറുക. അപ്പം ഇതുപോലുള്ള സ്വാതിമാരെ ഉണ്ടാക്കുന്നത് ഇന്ദ്രജിത്തന്മാരെ പോലെയുള്ളവന്മാർ തരുന്ന ടാബ്ലറ്റുകൾ തന്നിട്ടാണ്. ഇതുപോലെയുള്ള ഓരോ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നല്ലൊരു ജീവിതത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. ടാബ്ലറ്റ് കഴിച്ച് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും മധുരം ഉണ്ടാകും അങ്ങനെയുള്ള നിമിഷങ്ങൾക്കൊന്നും, അത് നീണ്ടു നിൽക്കുകയും ചെയ്യും ഒരുപാട് കാലമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ സ്വാതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ കരച്ചിലിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനൊരവസ്ഥയിൽ കാണാനിടയാകരുതെന്ന് സേതു ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അമ്മ അനിയത്തിയോട്. ആ ഒരു ഉറപ്പ് ഇപ്പം നീ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ഒരിക്കലും മാറില്ല എന്നുള്ളൊരു ഉറപ്പ് നീ ഞങ്ങൾക്ക് തരണമെന്നൊക്കെ സേതു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സേതുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുക സ്വാതി. ഇനി ഒരിക്കലും ഞാനൊരു ചീത്തക്കുട്ടി ആവില്ലെന്നും പറഞ്ഞ് ചേട്ടന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നീ നല്ലൊരു കുട്ടിയായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നും ഇത് നീ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ തിരിച്ചറിവാണ് വേണ്ടതെന്നൊക്കെ പല്ലവി പറഞ്ഞു കൊടുക്കണം. തെറ്റുപറ്റാത്തതായിട്ട് ആരാ ഉള്ളത് അത് കണ്ടെത്തി
സ്വയം തിരുത്തുമ്പോഴാണ് നമ്മളെല്ലാവരും മനുഷ്യരാകുന്നതെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. ഇതൊക്കെ കേട്ട് സേതുവിന് സങ്കടമായി. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, അതിലേക്ക് എത്തും നീ, അതിൻ്റെ തുടക്കമാണ് ഇപ്പം നീ കാണിച്ച, അല്ലെങ്കിൽ ഇപ്പം നീ കരഞ്ഞ കരച്ചിലെന്നൊക്കെ പറഞ്ഞു പല്ലവി. അതൊക്കെ കേട്ടപ്പോഴും സേതു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇത് സത്യമാണോ നുണയാണോ എന്ന് അറിയാതെ. അങ്ങനെ അത് കണ്ട് സേതു അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ ചാടി എഴുന്നേറ്റ് സേതുവേട്ടാ എന്നും പറഞ്ഞ് സ്വാതി ഒരു വിളി. സേതു ഞെട്ടിപ്പോയി, പല്ലവിയും ഞെട്ടിപ്പോയി. സേതുവേട്ടാന്നൊക്കെ വിളിക്കുന്നു. തമ്പുരാനെ, ആകെ അന്താളിപ്പായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സേതുവേട്ടാ, ഒരേട്ടൻ എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതി സേതുവിനോട് പറയുവാട്ടോ. എന്നെ ഞാൻ പോലും അറിയാതെ മാറ്റിമറിച്ചു, മറക്കില്ല ഈ മുഖം, ഒരിക്കലും മറക്കില്ല, ഒരു കാലത്തും മറക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് സേതുവിനോട് പറഞ്ഞ് സ്വാതി ഇങ്ങനെ ഇരിക്കുമ്പോൾ സേതുവിന് അതിൽ പരം സന്തോഷം വല്ലതുകൊണ്ടോ അനിയത്തി പൂർണ്ണമായും മാറി തന്നെ സ്നേഹിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ പാവം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നെഞ്ചിലെയും ഇടിപ്പ് അവസാനിക്കുന്നത് വരെ ഞാനുണ്ടാകും എൻ്റെ അനിയത്തിമാർക്കെന്നൊക്കെ സേതു വന്നിട്ട് പറയുക. തിരുത്താനും ശാസിക്കാനും സ്നേഹിക്കാനും ഈ ഏട്ടൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് സേതു ഇങ്ങനെ പറയുമ്പോൾ സ്വാതി ഏട്ടൻ്റെ കയ്യും പിടിച്ച് ഭയങ്കര കരച്ചിൽ, സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. സേതു വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. പല്ലവി അന്നേരം സ്വാതിയുടെ തലയൊക്കെ തിരുമ്മി തലോടി കൊടുത്ത് നെഞ്ചോടി ചേർത്ത് പിടിച്ച് അവിടെ അങ്ങനെ ഇരുത്തുവാണ്. എന്തായാലും പല്ലവിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഋതുമേടത്തിനെയാണ്. ഋതുമേടം അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത കട ഇവിടെ ഉണ്ടാക്കണമെന്ന് നോക്കിക്കൊണ്ട്. അപ്പോഴത്തേക്കും അവർ അച്ചുവും അതുപോലെ തന്നെ നമ്മുടെ ബേബി ചേച്ചിയും കൂടെ ഭക്ഷണമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് പല്ലവിയും സ്വാതിയും കൂടെ കയറി വരുന്നത്. ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ ആഹാ ദേ ഇന്ന് ടീച്ചറും സ്റ്റുഡൻറ്റും ഒരുമിച്ചാണല്ലോ വരുന്നത്, കാണാതെ വന്നപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചല്ലോ എന്ന് പറഞ്ഞു കേട്ടോ ഈ ബേബി ചേച്ചി. എന്തിന്? എനിക്കൊന്ന് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു, കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാതി സമ്മതിച്ചു. അതാ വൈകിയതെന്ന കാര്യം പറയാം. അപ്പോഴത്തേക്കും പൂർണ്ണിമ ഇറങ്ങി വന്നു. ഇവളോ ബാങ്കിൽ പോവാനോ? അത് ഇവരുടെ ഒപ്പം. ഇതൊന്നും വിശ്വസിക്കാനും മാത്രം മണ്ടന്മാരല്ല ഞങ്ങളെന്ന് ഋതുക ഇത് കേട്ടപ്പോൾ ഇരുന്ന് പറയാം. അപ്പം ഋതു, നേരെ ഇരുട്ടി വെളുക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. സ്വാതി ഇപ്പം നല്ല കുട്ടിയാണെന്നും ചില നേരത്തെ ചില വാശികളൊക്കെ കാണിക്കുമെന്നുള്ളതല്ലാതെ വേറെന്ത് കുഴപ്പമാണ് സ്വാതിക്കുള്ളത് എന്ന് നമ്മുടെ പല്ലവി ഇങ്ങനെ ഇവളോട് ചോദിച്ചു. പഠിക്കാൻ ഇത്രയും മിടുക്കായിട്ടുള്ള കുട്ടി എൻ്റെ കോളേജിൽ ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. നല്ല ഒരു ഭാവി ഇവളെ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്വാതി ഇങ്ങനെ നോക്കുമോ നമ്മുടെ പല്ലവിയെ, ഇത് നുണയാണോ നേരാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിന് ഇവൾ കൂടി ശ്രമിക്കണ്ടേ, പഠിത്തത്തിൽ ഇവളിപ്പോൾ ശരിക്കും ഉഴപ്പുന്നുണ്ട് എന്ന് നമ്മുടെ പല്ലവി പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, റിസൾട്ട് വരട്ടെ, അപ്പം സ്വാതി നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കും അല്ലേ സ്വാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുമ്പോൾ സ്വാതി അവിടെ നിന്ന് ഇങ്ങനെ കരയും. അപ്പം സ്വാതി കരയുന്നത് കണ്ടപ്പോഴേക്കും ഋതു അന്തം വിട്ട് സ്വാതി ഇങ്ങനെ നോക്കുക കേട്ടോ. പെട്ടെന്ന് അച്ചു ഓടി വന്നിട്ട് എന്താ സ്വാതി, എന്തിനാ നീ കരയുന്നേ എന്ന് ചോദിച്ചു. പൂർണ്ണിമ അങ്ങോട്ടേക്ക് വന്നു. ഇപ്പം സങ്കടം കൊണ്ടാ, സ്നേഹം കൊണ്ടുള്ള സങ്കടമാ, പിന്നെ കുറ്റബോധം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇത് അങ്ങനെ ഒരു കരച്ചിലല്ലല്ലോ, എന്തോ പ്രയാസം ഉണ്ടല്ലോ സ്വാതിയുടെ ഉള്ളില്. എന്തു പറ്റിയടി എന്ന് ഋതുക ചോദിക്കാം. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു പല്ലവി. അത് നിങ്ങളല്ല ഇവർ പറയട്ടെ എന്ന് നമ്മുടെ ഋതുക പറയുമ്പോൾ ഉണ്ടല്ലോ, എന്താ ടീച്ചർ പറഞ്ഞ, എൻ്റെ ടീച്ചറാണെന്ന് സ്വാതി പറയുന്നത് ഞെട്ടി. എൻ്റെ ഗുരുനാഥി നിൽക്കുന്നത്, എന്നെക്കുറിച്ച് പറയാനുള്ള അവകാശം അത് ടീച്ചർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഋതുകയുടെ കണ്ണൊക്കെ തുറച്ച് ചാടി ഇങ്ങനെ നിലത്ത് വന്നു. അച്ചു സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബേബി ചേച്ചിയും പൂർണിമയും. അപ്പോൾ വന്നപ്പം മുതൽ ഒന്നെങ്കിലും പേര് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നീ ടീച്ചറെന്ന് വിളിക്കുന്നത്, സന്തോഷമുണ്ട് കേട്ടോ വിളിയേക്കാനെന്ന് നമ്മുടെ അച്ചു പറഞ്ഞപ്പോൾ സ്വാതി മാറി. അതിൻ്റെ അല്ലേ എന്ന പല്ലവി ഇങ്ങനെ ചോദിക്കാറുള്ളത് പന്തം വിട്ടിരിക്കും കേട്ടോ. അപ്പം നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ഇവളിന്ന് കോളേജിൽ പോകുന്നതിനെ പറ്റി ഓർത്തിട്ട്. കോളേജിലേക്ക് തന്നെയാണോ പോകുന്നത്, വീണ്ടും ടാബ്ലറ്റോ മറ്റോ കഴിക്കണമെന്ന് തോന്നിയാലോ, എന്തായാലും അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, തെറ്റു മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കിയല്ലോ, നല്ലതാണെന്ന് പൂർണ്ണിമ ഇങ്ങനെ പറയുമ്പം ഇതൊക്കെ എത്ര ദിവസത്തേക്കാ, 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവള് പഴയതുപോലെ ആകും എന്ന് ഋതുക പറയുമ്പോൾ നമുക്ക് നോക്കാം, അനുഭവം വരുമ്പോഴേ എല്ലാവരും പഠിക്കൂ, എനിക്കത് ഉണ്ടായി, ഞാൻ മാറി എന്ന് സ്വാതി പറയാം. ഇനി ഞാൻ ഒരിക്കലും പഴയ സ്വാതി ആയിരിക്കില്ല എന്ന് ഋതുവിൻ്റെ മുഖത്ത് നോക്കി സ്വാതി പറഞ്ഞു. അപ്പം അത് മതി, ഉള്ളിൽ ഈ വാശി ഉണ്ടായാൽ മാത്രം മതിയെന്നും നല്ലവണ്ണം പഠിക്കണം, പഠിച്ച് നല്ല നിലയിൽ എത്താനും നോക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം, അപ്പം നിനക്കത് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം അങ്ങനെ അതും പറഞ്ഞ്
1ാം റാങ്ക് തന്നെ വാങ്ങിക്കണം കേട്ടോ, എല്ലാവരെയും കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കേൾക്കുക. അപ്പോൾ അതേ മോളെ, അത് കാണാനാ അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പൂർണിമ പറയാട്ടോ. അങ്ങനെ സങ്കടങ്ങളെല്ലാം മറന്നിങ്ങനെ അവരിങ്ങനെ നിൽക്കുമ്പോൾ അമ്മ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നതെന്ന് ബേബി ചേച്ചി പറഞ്ഞു. പിന്നെ ഇവരുടെ എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുകയ്ക്ക് കലിപ്പായി. ഋതുക ഭയങ്കര കലിപ്പിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അതിനുശേഷം പിന്നെ പൂർണിമയാണെന്നുണ്ടെങ്കിൽ നേരെ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്വാതി അമ്മയുടെ മുന്നിലേക്ക് വന്നു. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് മോള് കാണുന്നത്. അങ്ങനെ വന്ന് അമ്മയുടെ 2 കൈയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുക സ്വാതി. സ്വാതി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നീ അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തമ്മേ, ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ഇന്നലെ ചെയ്ത തെറ്റ് ഇന്നും ആവർത്തിച്ചു. ഞാൻ കോളേജിലേക്കൊന്നും അല്ല പോയത്, അതിനു വേണ്ടി തന്നെ ആ ടാബ്ലറ്റ് കഴിക്കാനാണ് പോയതെന്നുള്ള കാര്യം നമ്മുടെ സ്വാതി ഇങ്ങനെ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിയിട്ടോ നമ്മുടെ പൂർണ്ണിമ. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയണു. പിന്നെ സേതുവും പല്ലവിയും വന്ന് രക്ഷിച്ച കഥ വരെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു അമ്മേ, വല്യേട്ടനില്ലാത്ത ഈ വീട് നശിച്ചു പോകും അമ്മയെന്ന് നമ്മുടെ സ്വാതി ഇങ്ങനെ പറയുക. വല്യേട്ടനെ കൊണ്ടുവരണോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണിമയോട് സ്വാതി ഇങ്ങനെ പറയണു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്കതെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അമ്മേ, അമ്മയും അത് മനസ്സിലാക്കണമെന്നും എന്നിട്ട് വല്യേട്ടനെ തിരിച്ച് വിളിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അച്ഛൻ്റെ സ്ഥാനത്ത് ഈ വീട്ടിൽ ഉണ്ടാവണം വല്യേട്ടൻ, അതാ വേണ്ടതെന്നൊക്കെ പറയണം. വല്യേട്ടനുണ്ടെങ്കിലേ പൊന്നുമുടമായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നരകമാകും. അമ്മയെ ഉപദേശിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല, അതൊന്നും എനിക്ക് അറിയുകയും ചെയ്യാം. തിരുത്താൻ പറ്റുന്ന തെറ്റുകൾ അത് നമ്മൾ തിരുത്തണം അമ്മയെന്നൊക്കെ സ്വാതി ഇങ്ങനെ പറഞ്ഞു. വല്യേട്ടനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞു. അപ്പോൾ വല്യേട്ടൻ നമുക്കൊരു ബലവും അമ്മേ, ഒരു വിശ്വാസമാണമ്മേ, ആശ്വാസമാണമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാണ്. അത് ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ സ്വാതി ഇങ്ങനെ പൂർണ്ണിമയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. പൂർണ്ണിമ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സേതുവിൻ്റെ വില തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണ് അതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പല്ലവി ആട്ടോ. പല്ലവി അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാനൊരു പരീക്ഷ എഴുതിയാൽ അതിൽ എത്ര മാർക്ക് നീ എനിക്ക് തരും പല്ലവി എന്ന് ചോദിച്ചു. അപ്പോൾ സംശയം എന്താമേ, 100ൽ 100 കിട്ടുമെന്ന് പറഞ്ഞു. അത് കൂടുതലല്ലേ എന്ന് പൂർണ്ണിമ ചോദിച്ചു. പാസ് മാർക്ക് പോലും കിട്ടത്തില്ലല്ലോ എനിക്ക് എന്ന് ആരാ അമ്മയോട് പറഞ്ഞത്? ഈ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആരും അങ്ങനെയൊന്നും പറയില്ല എന്ന് പൂർണ്ണിമ പറയാം. എന്നും പറഞ്ഞൊരു മൂളിയെന്ന് പൂർണ്ണിമ. അത് നീ മാത്രമേ പറയത്തുള്ളൂ എന്ന് പല്ലവിയും പറഞ്ഞു. സത്യം അതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ഒന്ന് ചിരിക്കുമോ നമ്മുടെ പല്ലവി. സ്വാതി എന്നെ വന്ന് കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല്ലവി ചാടി എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ പല്ലവിക്ക് ആകെ ഒരു ചമ്മലും ആകെ ഒരു പേടിയൊക്കെ. ഇന്ന് നടന്നത് മുഴുവനും അവൾ എന്നോട് പറഞ്ഞു എന്ന കാര്യവും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അമ്മ വിഷമിക്കുമല്ലോ എന്ന് കരുതി ഞാൻ പറയാതിരുന്നതെന്ന് പല്ലവി പറയുമ്പം സ്വാതിക്കല്ല അബദ്ധം പറ്റിയത് എനിക്കാണെന്നുള്ള കാര്യം നമ്മുടെ പൂർണ്ണിമ അന്നേരം പറയാം. ഞാൻ കാരണമല്ലേ സേതു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ഞാനല്ലേ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, ഞാനാ എല്ലാം ചെയ്തത്, എനിക്കത് തിരുത്തണം പല്ലവി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പറ്റിയ തെറ്റ് അതെനിക്ക് മായ്ക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂർണ്ണിമ പറയുവാണ്. അതിന് സേതു തിരിച്ചു വന്നേ പറ്റൂ എന്നും പറഞ്ഞു. എൻ്റെ മകനായിട്ട്, എൻ്റെ പെൺമക്കളുടെ സഹോദരനായിട്ട് അവൻ തിരിച്ചു വരണം. എനിക്കവനെ കാണണം പല്ലവി, അവൻ തിരിച്ചു വരണം, കണ്ടെനിക്ക് മാപ്പ് പറയണം പല്ലവി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതാണ് സ്വാതി. അപ്പോൾ അവളിപ്പോൾ എന്നോട് പറയുക, അവളുടെ ബലമാണ് സേതു, വിശ്വാസമാണ് സേതു, ആശ്വാസമാണ് സേതു എന്നൊക്കെ അവളെന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ പല്ലവി അന്തം വിട്ടു. അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രയോ മുകളിലാണ് സേതു എന്നും പല്ലവിയോട് ചോദിക്കുക. അവനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഇന്ദ്രൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പക മുഴുവനും എന്നോടാണെന്ന് പല്ലവി ഇങ്ങനെ പൂർണ്ണിമയോട് പറയണം. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.